മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകനെതിരെ പരസ്യമായി രംഗത്തിറങ്ങി ബിജെപി നേതാക്കൾ. സീറ്റ് തർക്കത്തിനൊടുവിൽ സ്ഥാനാർത്ഥിയായ സേനയുടെ സിറ്റിംഗ് എംപി ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെക്കെതിരെയാണ് ബിജെപി എംഎൽഎ ഗൺപത് ഗേക്വാദിന്റെ ഭാര്യയും മണികളും താക്കറെ പക്ഷം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി മഹായുതി സഖ്യത്തിന് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകനും സേനയുടെ സിറ്റിംഗ് എംപിയുമായ ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബിജെപി എംഎൽഎ ഗൺപത് ഗേക്വാദിന്റെ ഭാര്യയും പ്രദേശത്തെ വനിതാ നേതാവുമായ സുലഭ ഗേക്വാദ്. കല്യാൺ ലോക്സഭാ സീറ്റിൽ ശിവസേന ഉദ്ധവ് പക്ഷം സ്ഥാനാർത്ഥി വൈശാലി ദരക്കറിന് വേണ്ടിയാണ് ഗേക്വാദിന്റെ ഭാര്യ സുലഭ ഗേക്വാദ് മണികളും പ്രചരണത്തിനിറങ്ങിയത്. ഉദ്ധവ് പക്ഷം നേതാവ് സഞ്ജയ് റാവത്തിനോടൊപ്പമായിരുന്നു യോഗങ്ങളിൽ പങ്കെടുത്തത്. ഇതോടെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ പ്രദേശത്ത് നിലനിന്നിരുന്ന ബിജെപി ഷിൻഡെ ശിവസേന തർക്കം തെരുവിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഷിൻഡെ ശിവസേന നേതാവിന് നേരെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വെടിയുതിർത്ത സംഭവത്തിൽ 2 മാസം മുമ്പ് അറസ്റ്റിലായ എംഎൽഎ ഗൺപത് ഗേക്വാദ് ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. വെടിവെപ്പ് സംഭവത്തെ തുടർന്ന് കല്യാണിൽ ഷിൻഡെ സേനയും ബിജെപിയും തമ്മിലുള്ള കുടിപ്പക രൂക്ഷമായതിനെ തുടർന്നാണ് കല്യാൺ സീറ്റിനെ ചൊല്ലി തർക്കം നിലനിന്നിരുന്നത്. സീറ്റ് വീണ്ടും ഷിൻഡെ ശിവസേനയ്ക്ക് കൊടുത്തതാണ് പ്രദേശത്തെ ബിജെപി നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താക്കറെ പക്ഷം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ ബിജെപി നേതാവ് സുലഭ ഗേക്വാദിന്റെ നീക്കം മഹായുതി സഖ്യത്തിന് തലവേദനയായിരിക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.